Next, focus area of Chapter 4, Chemical Bonding and Molecular Structure. Chapter 4, Chemical Bonding and Molecular Structure. First question, VSEPR theory. VSEPR theory. This theory was introduced by Sidgwick and Powell. Sidgwick and Powell. The theory is valence shell electron pair repulsion theory. Valence shell electron pair repulsion theory, that is VSEPR theory. Okay, valence shell ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, അതാണ് VSEPR തിയറി. ഇതിലെ ഫസ്റ്റ് പോയിൻ്റ്, ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോണുകളാണ്. ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോണുകൾ ആണ്. മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോണുകൾ ആണ്. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദി സെൻട്രൽ ആറ്റം. ഓക്കെ, അപ്പോൾ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം. രണ്ടാമത്തെ പോയിൻ്റ്, ഈ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോണുകൾ രണ്ട് തരമുണ്ട്. വാലൻസ് ഇലക്ട്രോൺസ് ആർ ടു ടൈപ്സ്. ദർ ആർ two types of valence electrons. They are bond pairs and lone pairs. Bond pairs and lone pairs. Valence electrons are two types. They are bond pairs and lone pairs. Okay. ഇനി തേർഡ് പോയിൻ്റ്, ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളെ ബോണ്ട് പെയേഴ്സ് എന്ന് പറയുന്നു. ഇലക്ട്രോൺസ് ടേക്കിംഗ് പാർട്ട് ഇൻ ബോണ്ടിങ് ആർ കോൾഡ് ബോണ്ട് പെയേഴ്സ്. ഇലക്ട്രോൺസ് taking part in bonding are called bond pairs. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളെ ബോണ്ട് പെയർ എന്ന് പറയുന്നു. ഇനി ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകളെ ലോൺ പെയർ എന്ന് പറയുന്നു. ഇലക്ട്രോൺസ് ഡസ് നോട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ബോണ്ടിങ്. ഡസ് നോട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ബോണ്ടിങ്. ദേ ആർ കോൾഡ് ലോൺ പെയേഴ്സ്. ടേക്കിംഗ് പാർട്ട് ഇൻ ബോണ്ടിങ്, ദേ ആർ കോൾഡ് ലോൺ പെയേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് ആയതിനാൽ ഇലക്ട്രോണുകൾ പരസ്പരം റിപ്പൽ ചെയ്യുന്നു. സിൻസ് ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, ദേ റിപ്പൽ ഈച്ച് അതർ. അതിൽ ലോൺ പെയർ റിപ്പൽഷൻ ആണ് ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ലോൺ പെയർ. കുറച്ചുകൂടെ റിപ്പൽഷൻ കുറവ് ലോൺ പെയർ. ഏറ്റവും റിപ്പൽഷൻ കുറവ് ബോണ്ട് പെയർ. ഓക്കെ, അപ്പോൾ സിൻസ് ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, ദേ റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. നെക്സ്റ്റ് പോയിൻ്റ്, ഇലക്ട്രോണുകൾക്കിടയിലുള്ള റിപ്പൽഷൻ കുറയ്ക്കുവാൻ വേണ്ടി ഈ ഇലക്ട്രോണുകളെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ദൂരെ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ ഓർഡർ ടു മിനിമൈസ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ്, ദേ ആർ പ്ലേസ്ഡ് ആസ് ഫാർ എപ്പാർട്ട് ആസ് പോസിബിൾ. ഓക്കെ, ഇൻ ഓർഡർ ടു മിനിമൈസ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ്, ദേ ആർ പ്ലേസ്ഡ് ആസ് ഫാർ എപ്പാർട്ട് ആസ് പോസിബിൾ അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. അപ്പോൾ ഇലക്ട്രോണുകളുടെ റിപ്പൽഷൻ കുറയ്ക്കുവാൻ വേണ്ടി ഇലക്ട്രോണുകളെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ദൂരെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് VSEPR തിയറി. VSEPR തിയറിയുടെ പോയിന്റുകൾ: ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദി സെൻട്രൽ ആറ്റം. There are two types of valence electrons, bond pairs and lone pairs. Electrons taking part in bonding are called bond pairs.
Electrons does not taking part in bonding are called lone pairs. Since electrons are negatively charged, they repel each other. Lone pair repulsion greater than lone pair bond pair repulsion greater than bond pair repulsion. In order to minimize repulsion between electrons, they are placed as far apart as possible. ഇവിടെ രണ്ട് ചെറിയ എക്സാമ്പിൾ കൂടി പഠിച്ചു വയ്ക്കുക. NH3 മോളിക്യൂളിൻ്റെ ഷേപ്പ് VSEPR തിയറി അനുസരിച്ച് NH3 മോളിക്യൂളിൻ്റെ ഷേപ്പ് പിരമിഡൽ ഷേപ്പ്. ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി. Shape of water molecule, that is angular shape or V shape or bend shape. Bond angle of water molecule is 104.5 degree. Shape of ammonia is represented like this. N here lone pairs of electron H. Okay, pyramidal shape. Water molecule HOH. Okay, here in oxygen 2 lone pairs are present. Okay, this is bend shape or angular shape. This is the shape of water molecule. Next question, valence bond theory. Valence bond theory. Valence bond theoryയുടെ പോയിന്റുകൾ: എ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ദി വാലൻസ് ഷെൽ ഓഫ് ആറ്റംസ്. ആറ്റങ്ങളുടെ വാലൻസ് ഷെല്ലിലെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ബോണ്ട് ഉണ്ടാകുന്നത്. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. ഓക്കെ, ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ദി വാലൻസ് ഷെൽ ഓഫ് ആറ്റംസ്. Bond is formed by the overlapping of half-filled atomic orbitals present in the valence shell of atoms. Second point, ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ സ്പിൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ സ്പിൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, overlapping orbitals contain electrons with opposite spin. Third point, ഓവർലാപ്പിങ്ങിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന സിസ്റ്റത്തിൻ്റെ എനർജി കുറവായിരിക്കും, ഡ്യൂറിങ് ഓവർലാപ്പിംഗ് എനർജി ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ്. ഓവർലാപ്പിങ്ങിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഹൈ ആയിരിക്കും. ഡ്യൂറിങ് ഓവർലാപ്പിംഗ് സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. നെക്സ്റ്റ് പോയിന്റ്, സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ട് എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ്. എക്സ്റ്റെൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്തും ഇൻക്രീസ് ചെയ്യും, ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് വാലൻസ് ബോണ്ട് തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ദി വാലൻസ് ഷെൽ ഓഫ് ആറ്റംസ്. ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് കണ്ടെയ്ൻ electrons with opposite spin. During overlapping, energy of the system decreases and stability of the system increases. Strength of the bond depends upon extent of overlapping. If extent increases, bond strength also increases. Next question, hybridization.
intermixing of atomic orbitals. Intermixing of atomic orbitals. It is called hybridization. അറ്റോമിക് ഓർബിറ്റൽസ് കൂടിച്ചേരുന്ന പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, കൂടിച്ചേരുന്ന അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജി കമ്പയറബിൾ ആയിരിക്കണം. കൂടിച്ചേരുന്ന അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജി കമ്പയറബിൾ ആയിരിക്കണം. കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിങ് കമ്പയറബിൾ എനർജി. പുതിയതായിട്ട് ഉണ്ടാകുന്ന ഓർബിറ്റലുകൾ അവയുടെ എനർജി ഈക്വൽ ആയിരിക്കണം. ന്യൂ ഓർബിറ്റൽസ്. These new orbitals are called hybrids. These hybrids have equal energy. നെക്സ്റ്റ് പോയിന്റ്, എത്ര അറ്റോമിക് ഓർബിറ്റൽ കൂടിച്ചേരുമോ അത്രയും ഹൈബ്രിഡുകൾ ഉണ്ടാകുന്നു. നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് combined is equal to number of hybrids formed. നെക്സ്റ്റ് പോയിന്റ്, ഹൈബ്രിഡൈസേഷൻ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. ഹൈബ്രിഡൈസേഷൻ ഡിറ്റർമിൻസ് ദി ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ. നെക്സ്റ്റ് പോയിന്റ്, ഹൈബ്രിഡൈസേഷൻ്റെ ഫലമായിട്ട് സ്ട്രോങ് ബോണ്ടുകളാണ് ഉണ്ടാകുന്നത്. ഡ്യൂറിങ് ഹൈബ്രിഡൈസേഷൻ സിഗ്മ ബോണ്ട്സ്, സ്ട്രോങ് ബോണ്ട് മീൻസ് സിഗ്മ ബോണ്ട്സ് ആർ ഫോംഡ്, or hybrid orbitals produce sigma bonds. These are the points of hybridization or features of hybridization. Or what is hybridization? Intermixing of atomic orbitals is called hybridization. Combining atomic orbitals have comparable energy. New orbitals have equal energy. They are called hybrids. Number of atomic orbitals combined is equal to number of hybrids formed. Hybridization determines shape of a molecule. Hybrids form strong bonds. Okay. Next question. Sp3 hybridization. Intermixing of one s orbital and 3 p orbitals is called sp3 hybridization. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും ഇൻ്റർമിക്സ് ചെയ്താൽ ആ പ്രോസസ്സിനെ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നു. sp3 ഹൈബ്രിഡൈസേഷൻ ഒന്നാമത്തെ എക്സാമ്പിൾ മീഥേൻ CH4. ഇൻ CH4 സെൻട്രൽ ആറ്റം carbon taking part in this sp3 hybridization. Shape of methane molecule is tetrahedral. Bond angle is 109 degree 28 minute. Okay, shape of that molecule is C H H H H. This is tetrahedral shape. Second molecule, ethane CH3. Here single bond is present in between two carbon atoms. Each carbon atom is in sp3 hybridization. Each carbon produce 4 sp3 hybrids. Out of which these 2 sp3 hybrids form a sigma bond between these two carbon atoms. Remaining sp3 hybrids bonded with hydrogen atom. ഈഥേനിൽ 2 കാർബണാറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ടാണുള്ളത്. ഓരോ കാർബണും sp3 ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നു. ഓരോ കാർബണിലും 4 sp3 ഹൈബ്രിഡ് വീതം ഫോം ചെയ്യുന്നു. അതിൽ ഓരോ കാർബണിനും ഇടയിലുള്ള ഓരോ sp3 ഹൈബ്രിഡ് കാർബണാറ്റങ്ങൾക്കിടയ്ക്ക് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ബാക്കി ആദ്യത്തെ കാർബണിലെ 3 sp3 ഹൈബ്രിഡ് 3 ഹൈഡ്രജനുമായി ചേരുന്നു.
രണ്ടാമത്തെ കാർബണിലെ 3 sp3 ഹൈബ്രിഡ് 3 ഹൈഡ്രജനുമായി അവിടെയും കൂടിച്ചേരുന്നു. ഇങ്ങനെ നമുക്ക് ഈഥേൻ മോളിക്യൂൾ കിട്ടുന്നു. 2 ടെട്രാഹീഡ്രകൾ ജോയിൻ ചെയ്തിരിക്കും ഈഥേൻ മോളിക്യൂളിൽ. ദെൻ തേർഡ് എക്സാമ്പിൾ NH3 മോളിക്യൂൾ. ഇവിടെ സെൻട്രൽ ആറ്റം നൈട്രജൻ sp3 ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നു. നൈട്രജനിൽ ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. നൈട്രജൻ ഹാസ് ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. ലോൺ പെയർ ഉണ്ട്, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. സോ റിപ്പൽഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലും ടെട്രാഹീഡ്രൽ ഷേപ്പിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നു. എന്നിട്ടത് പിരമിഡൽ ഷേപ്പായി മാറുന്നു. അപ്പോൾ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റിൽ നിന്നും മാറി 107 ഡിഗ്രി ആയി മാറുന്നു. ഇൻ അമോണിയ, ദി സെൻട്രൽ ആറ്റം നൈട്രജൻ ടേക്കിംഗ് പാർട്ട് ഇൻ sp3 hybridization. Okay, in nitrogen there are lone pairs. Okay, due to the presence of these lone pairs, tetrahedral shape is converted into pyramidal shape and bond angle is 107 degree. Then fourth example of sp3 hybridization is H2O molecule, water molecule. Okay. In water, central atom is oxygen. Oxygen is in sp3 hybridization. In oxygen there were 2 lone pairs. So the tetrahedral shape changes to bent or angular shape or V shape and bond angle is 104.5 degree. ഓക്കെ, വാട്ടറിൽ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ഓക്സിജൻ sp3 ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നു. ഈ ഓക്സിജനിൽ 2 ലോൺ പെയേഴ്സ് ഉണ്ട്. 2 ലോൺ പെയേഴ്സ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് ടെട്രാഹീഡ്രൽ ഷേപ്പിൽ നിന്നും മാറി ബെൻഡ് ഷേപ്പ് ആകുന്നു. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണ്. നെക്സ്റ്റ് sp2 ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്താൽ അതിനെ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നു. Intermixing of 1 s orbital and 2 p orbitals is called sp2 hybridization. sp2 hybridization ഒന്നാമത്തെ എക്സാമ്പിൾ BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ് അല്ലെങ്കിൽ ബോറോൺ ട്രൈക്ലോറൈഡ് പറയാം. സെൻട്രൽ ആറ്റം ബോറോൺ ആണ്. ബോറോൺ sp2 ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നു. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. ഷേപ്പ് ട്രയഗണൽ പ്ലനാർ ആണ്. Trigonal planar. It is otherwise called triangular planar. Trigonal planar or triangular planar. That is B, F, F, F. ഇനി ഇത് BF3യുടെ ഷേപ്പാണ്. BCl3 ആണെങ്കിൽ ഈ ഫ്ലൂറിന് പകരം ക്ലോറിൻ വരച്ചു വെച്ചാൽ മതിയാകും. നെക്സ്റ്റ് CH2 ഡബിൾ ബോണ്ട് CH2 മോളിക്യൂൾ. മോളിക്യൂളിൻ്റെ പേര് ഈഥീൻ അല്ലെങ്കിൽ അതിനെ എഥിലീൻ എന്നും പറയാം. എഥിലീൻ മോളിക്യൂൾ, എഥിലീൻ. C2H4. ഓക്കെ, ഹിയർ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും. ഓക്കെ, ഹിയർ ഇൻ ബിറ്റ്വീൻ കാർബൺ ആറ്റം ദർ ഈസ് ഡബിൾ ബോണ്ട് ഈസ് പ്രസൻറ്റ്. അപ്പോൾ ആദ്യത്തെ കാർബണും sp2 ഹൈബ്രിഡൈസേഷൻ, രണ്ടാമത്തെ കാർബണും sp2 ഹൈബ്രിഡൈസേഷൻ. ആദ്യത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ. ആദ്യത്തെ കാർബൺ 3 sp2 ഹൈബ്രിഡുകൾ ഫോം ചെയ്യും. രണ്ടാമത്തെ കാർബണും 3 sp2 ഹൈബ്രിഡുകൾ ഫോം ചെയ്യും. അതിൽ ഈ sp2 ഹൈബ്രിഡ് ഈ sp2 ഹൈബ്രിഡുമായി ചേർന്ന് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും. ഇനി ഈ കാർബണിലെ sp2 ഹൈബ്രിഡ് ഒരു ഹൈഡ്രജനുമായി ചേർന്ന് ഇങ്ങനെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടായി. ഈ sp2 ഹൈബ്രിഡ് അടുത്ത ഹൈഡ്രജനുമായി ചേരുന്നു, ഇങ്ങനെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. ഈ sp2 ഹൈബ്രിഡ് ഒരു ഹൈഡ്രജനുമായി ചേരുന്നു, ഇവിടെയും സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. ഈ sp2 ഹൈബ്രിഡ് ഒരു ഹൈഡ്രജനുമായി ചേരുന്നു, ഇവിടെയും സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഇവിടെ ഉള്ളത്, ഇവിടെ 2 കാർബൺ ആറ്റങ്ങൾക്ക് ഇടയിൽ ഡബിൾ ബോണ്ടാണ് വരേണ്ടത്.
ഈ കാർബണിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഒരു പി ഓർബിറ്റലുണ്ട്. ഈ കാർബണിലും ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യാത്ത ഒരു പി ഓർബിറ്റലുണ്ട്. ഈ രണ്ട് പി ഓർബിറ്റലുകളുടെ സൈഡുകൾ തമ്മിൽ ചേർന്ന്, ഇത് രണ്ട് ബോണ്ടെന്ന് കാണിക്കുന്നതല്ല, സൈഡുകൾ കൂടി ചേർന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. സൈഡുകൾ ചേർന്ന് ഒരു പൈ ബോണ്ട് ഉണ്ടാകുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന മോളിക്യൂൾ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ഹിയർ ഇൻ ബിറ്റ്വീൻ carbon atoms there is double bond is present, so each carbon taking part in sp2 hybridization, each carbon producing 3 sp2 hybrids. One sp2 hybrid in each carbon produce a sigma bond between carbon. The remaining 2 sp2 hybrids in each carbon are bonded with hydrogen atoms. Unhybridized p orbital produce a pi bond between two carbon atoms. Okay, then next question, sp hybridization. Intermixing of one s orbital and one p orbital is called sp hybridization. Example, first molecule beryllium chloride or beryllium fluoride. Okay, here central atom beryllium taking part in sp hybridization. Okay, then shape of the molecule is 180 degree and bond angle of the molecule is 180 degree and shape is linear. Okay, that is beryllium fluorine. ഇനി ബെറിലിയം ക്ലോറൈഡ് ആണെങ്കിൽ ഫ്ലൂറിന് പകരം Cl എഴുതുക. ഓക്കെ, ബെറിലിയം ക്ലോറൈഡിലെ സെൻട്രൽ ആറ്റം ബെറിലിയമാണ്. ബെറിലിയം sp ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നു. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. ഷേപ്പ് ലീനിയർ ഷേപ്പാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ, sp ഹൈബ്രിഡൈസേഷന് രണ്ടാമത്തെ എക്സാമ്പിൾ CH ട്രിപ്പിൾ ബോണ്ട് CH മോളിക്യൂളാണ്. ഈ മോളിക്യൂളിനെ നമ്മൾ ഈഥൈൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അസറ്റിലീൻ എന്നും പറയാം. ഈ മോളിക്യൂളിനെ അസറ്റിലീൻ എന്നും പറയാം. അസറ്റിലീൻ C2H2, ദാറ്റ് ഈസ് ദ മോളിക്കുലാർ ഫോമുല. ഇവിടെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. അപ്പോൾ ഓരോ കാർബണും sp ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നു. ആദ്യത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ. ആദ്യത്തെ കാർബണിൽ 2 sp ഹൈബ്രിഡ് ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാർബണിലും 2 sp ഹൈബ്രിഡ് ഉണ്ടാകുന്നു. എന്നിട്ട് ഈ sp ഹൈബ്രിഡും ചേർന്ന് ഓരോ കാർബണിനും ഇടയിൽ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. ഇനി ഈ sp ഹൈബ്രിഡ് ഹൈഡ്രജനുമായി ചേരുന്നു. ഇവിടെയും sp ഹൈബ്രിഡ് ഹൈഡ്രജനുമായി ചേരുന്നു. ഇവിടെ ഹൈഡ്രജനുമായി ചേരുന്നു, H വരച്ചു. ഇവിടെയും ഹൈഡ്രജനുമായി ചേരുന്നു, ഇവിടെ ഹൈഡ്രജനുമായി ചേരുന്നു, H വരച്ചു. ഇനി ഓരോ കാർബണിലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത 2 പി ഓർബിറ്റലുണ്ട്. അതിനെ ഞാൻ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു പി ഓർബിറ്റലിനെ വലുതാക്കി വരയ്ക്കുന്നു 2 കാർബണിലെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ വലുതാക്കി വരയ്ക്കുന്നു. ഈ 2 പി ഓർബിറ്റലിൻ്റെ വശങ്ങൾ ചേർന്ന് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാകുന്നു. ഒരു ബോണ്ട്. ഓക്കെ, ഇനി അടുത്ത പി ഓർബിറ്റലിനെ ഞാനൊന്ന് ചെറുതാക്കി വരയ്ക്കുന്നു. ഇവിടെ ഒരു പി ഓർബിറ്റൽ, ഇവിടെ ഒരു പി ഓർബിറ്റൽ. അതിൻ്റെ വശങ്ങൾ ഇങ്ങനെ ചേർന്ന് അടുത്തൊരു ബോണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, കാർബൺ ഓരോ കാർബണും പ്രൊഡ്യൂസ് 2 sp hybrids. These sp hybrids form a sigma bond between carbon atoms. Here this sp hybrid and this sp hybrid combines with the hydrogen atoms, producing H sigma bonds. The unhybridized p orbitals in each carbon. There are 2 unhybridized p orbitals. These p orbitals combined to form one pi bond. These p orbitals, side of these p orbitals combined to form another pi bond. So 2 pi bonds are produced between these 2 carbon atoms. Its shape is linear and bond angle is 180 degree. This is the hybridization in ethine or acetylene molecule. Next question, molecular orbital theory.
orbital theory. This theory was introduced by Hunt and Mulliken. ഈ തിയറി അനുസരിച്ച് ഒന്നാമത്തെ പോയിന്റ്, അറ്റോമിക് ഓർബിറ്റലുകൾ പരസ്പരം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ് ടു ഫോം മോളിക്കുലാർ ഓർബിറ്റൽസ്. രണ്ടാമത്തെ പോയിന്റ്, എത്ര അറ്റോമിക് ഓർബിറ്റൽ കൂടിച്ചേരുമോ അത്രയും മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോംഡ്. തേർഡ് പോയിന്റ്, കൂടിച്ചേരുന്ന ആറ്റങ്ങളുടെ എല്ലാം ന്യൂക്ലിയസ് മോളിക്കുലാർ ഓർബിറ്റലിൽ കാണുന്നു. ഓക്കെ, മോളിക്കുലാർ ഓർബിറ്റൽസ് കണ്ടെയ്ൻ ന്യൂക്ലിയൈ ഓഫ് ഓൾ ആറ്റംസ് ടേക്കിംഗ് പാർട്ട് ഇൻ ബോണ്ടിങ്. ബോണ്ടിങ്ങിൽ പങ്കെടുത്ത എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസുകൾ മോളിക്കുലാർ ഓർബിറ്റലിൽ കാണുന്നു. മോളിക്കുലാർ ഓർബിറ്റൽസ് കണ്ടെയ്ൻ ന്യൂക്ലിയൈ ഓഫ് ഓൾ ആറ്റംസ് ടേക്കിംഗ് പാർട്ട് ഇൻ ബോണ്ടിങ്. ദെൻ ഫോർത്ത് പോയിന്റ്, there are two types of molecular orbitals. മോളിക്കുലാർ ഓർബിറ്റൽസ് രണ്ട് തരം ഉണ്ട്. ഒന്നാമത്തെ മോളിക്കുലാർ ഓർബിറ്റലിനെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നു. ഫസ്റ്റ് മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. രണ്ടാമത്തെ മോളിക്കുലാർ ഓർബിറ്റലിനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നു. സെക്കൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഫിഫ്ത്ത് പോയിന്റ്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിന് എനർജി കുറവും സ്റ്റെബിലിറ്റി കൂടുതലുമായിരിക്കും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഹാവ് ലോ എനർജി ആൻഡ് ഹൈ സ്റ്റെബിലിറ്റി. നെക്സ്റ്റ് പോയിന്റ്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിന് എനർജി കൂടുതലും സ്റ്റെബിലിറ്റി കുറവുമായിരിക്കും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഹാവ് ഹൈ എനർജി ആൻഡ് ലോ സ്റ്റെബിലിറ്റി. ദെൻ സെവൻത് പോയിന്റ്, മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത് മൂന്ന് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തായിരിക്കും. ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ. ഓക്കെ, ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് എൻ്റർ based on Aufbau principle, Pauli's exclusion principle and Hund's rule. Okay, or molecular orbitals are filled based on Aufbau principle, Pauli's exclusion principle and Hund's rule. ഇനി നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യനുകൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, ഹൈഡ്രജൻ മോളിക്യൂൾ, H2 മോളിക്യൂൾ. H2, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് H2 മോളിക്യൂൾ ഉണ്ടാകുന്നത്. H2 മോളിക്യൂളിൽ 2 ഇലക്ട്രോണുകൾ കാണുന്നു. അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ σ1s2. അതിൻ്റെ ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ നിന്നും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം മൈനസ് ചെയ്തതിന് ശേഷം അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഇവിടെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ സ്റ്റാർ കാണില്ല, ആൻറ്റി ബോണ്ടിങ്ങിലാണെങ്കിൽ ഒരു സ്റ്റാർ കാണും. ഇവിടെ ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്റ്റാർ ഇല്ലാത്തതിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. സ്റ്റാർ ഇല്ലാത്ത ഇവിടെ σ1s ആണ്, അതിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. 2 മൈനസ് സ്റ്റാർ ഉള്ളതൊന്നും ഇവിടെ ഇല്ല, അപ്പോൾ അതിൽ ഇലക്ട്രോണും ഇല്ല, 0. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 2 ഈക്വൽ ടു 1. ബോണ്ട് ഓർഡർ 1 ആയതുകൊണ്ട് ഈ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. ദിസ് മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പെയ്ഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. പെയ്ഡ് ഇലക്ട്രോൺ മാത്രമാണ്. 2 ഇലക്ട്രോണുകൾ പെയ്ഡ് ഇലക്ട്രോണുകളാണ്. അതുകൊണ്ട് ആ H2 മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. ഒരു മോളിക്യൂളിൽ പെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇൻ H2 there is only paired electrons, so it is diamagnetic. Second question, ഹീലിയം മോളിക്യൂൾ He2. ഒരു ഹീലിയം ആറ്റത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഹീലിയം മോളിക്യൂളിൽ 4 ഇലക്ട്രോൺസ് കാണുന്നു. 4 ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ σ1s2 2 ഇലക്ട്രോണായി, σ*1s2 അതിലും 2 ഇലക്ട്രോൺ, ടോട്ടൽ 4 ഇലക്ട്രോൺ. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB
മൈനസ് എൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്റ്റാർ ഇല്ലാത്തതിൽ 2 ഇലക്ട്രോൺ, സ്റ്റാർ ഉള്ളതിൽ 2 ഇലക്ട്രോൺ, 2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സിൻസ് ദ ബോണ്ട് ഓർഡർ ഈസ് 0, ഹീലിയം മോളിക്യൂൾ cannot exist. He2 cannot exist. പരീക്ഷയ്ക്ക് ചോദിക്കും why helium molecule cannot exist. Since the bond order is 0, helium molecule cannot exist. Okay. Next important question. Oxygen molecule O2. It contains 16 electrons. It contains 16 electrons. Configuration, the molecular orbital configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, then sigma 2pz2. 2 4 6 8 10 ഇലക്ട്രോണായി, ബാക്കി 6 ഇലക്ട്രോൺ ഉണ്ട്. ഇനി അടുത്ത വരുന്നത് pi 2px equal to pi 2py. That two orbitals have equal energy. Here 2 electrons, here 2 electrons. 14 electrons ആയി. Then pi star 2px equal to pi star 2py. Okay. Then 2 ഇലക്ട്രോൺ കൂടി നമുക്ക് ബാക്കിയുണ്ട്. 16-ൽ 14 2 ഇലക്ട്രോൺ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ഓരോന്നിലും ഓരോ ഇലക്ട്രോണിനെ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. സോ കോൺഫിഗറേഷൻ ഈസ് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, pi 2px2 ഈക്വൽ ടു pi 2py2, pi star 2px1 ഈക്വൽ ടു pi star 2py1. ഓക്കെ. ദെൻ ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB minus NA, that is equal to half into സ്റ്റാർ ഇല്ലാത്തതിലെ ഇലക്ട്രോൺ 2 4 6 8 10 മൈനസ് സ്റ്റാർ ഉള്ളതിലെ ഇലക്ട്രോൺ 2 4 5 6 6 ഇലക്ട്രോൺ, that is equal to half into 4 equal to 2. Since bond order is 2, this oxygen molecule is stable. This oxygen molecule contains here unpaired electrons. Unpaired electrons are present. Okay. So this oxygen molecule is paramagnetic. Unpaired electrons are present. So oxygen molecule is paramagnetic. Oxygen molecule is paramagnetic. Then energy level diagram of oxygen molecule. Energy level diagram. Energy axis. Here oxygen atom. Here oxygen atom. Here oxygen molecule. 8 electron, 16 electron. Atomic orbital configuration 8 electron ഇൻ്റെത് 1s2, 2s2, 2p4. ഇവിടെയും 1s2, 2s2, 2p4. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ആദ്യം ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റൽ വരയ്ക്കുക. 1s പകരം ഒരു സ്ക്വയർ ഇടുക. ഈ ഓർബിറ്റലിൻ്റെയും 1s വരയ്ക്കുക. 1sന് പകരം അവിടെയും ഒരു സ്ക്വയർ. ഈ 1s ചേർന്ന് ദാ ഇങ്ങനെ ഇവിടെ സിഗ്മ 1s ഉണ്ടാകുന്നു, ഇവിടെ സിഗ്മ സ്റ്റാർ 1s ഉണ്ടാകുന്നു. sigma 1s and sigma star 1s. Here 1s2 2 ഇലക്ട്രോണുകൾ കൊടുക്കുക. ഇവിടെയും 1s2 2 ഇലക്ട്രോണുകൾ കൊടുക്കുക. സിഗ്മ 1s2 2 ഇലക്ട്രോണുകൾ. ഇവിടെ സിഗ്മ സ്റ്റാർ 1s2 2 ഇലക്ട്രോൺ. ഓക്കെ. ഇനി അടുത്ത 2sന് ഒരു ബ്ലോക്ക് വരയ്ക്കുക. ഇവിടെയും 2sന് അടുത്ത ബ്ലോക്ക് വരയ്ക്കുക. 2s ചേരുമ്പോൾ സിഗ്മ 2s ഉണ്ടാകുന്നു, സിഗ്മ സ്റ്റാർ 2s ഉണ്ടാകുന്നു. 2s2 2 ഇലക്ട്രോൺ കൊടുക്കുക. ഹിയർ ഓൾസോ 2s2 2 ഇലക്ട്രോൺ കൊടുക്കുക. സിഗ്മ 2sൽ 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 2sലും 2 ഇലക്ട്രോൺ വീതം കൊടുത്തു. അടുത്തത് 2p ഓർബിറ്റലാണ്. പി ഓർബിറ്റൽസ് 3 എണ്ണമാണ്. px, py, pz 3 ബ്ലോക്കുകൾ വരയ്ക്കുക. ഇവിടെയും 2p4 ആണ്, അവിടെയും 3 ബ്ലോക്കുകൾ വരയ്ക്കുക. px, py ആൻഡ് pz. ഓക്കെ.
ദെൻ ഈ പി ഓർബിറ്റൽസ് 2p4 ആണ്, 2p4 ആണ്. 4 എന്ന് പറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കൊടുക്കാം. ഇവിടെ 2 ഇലക്ട്രോൺ കൊടുക്കാം, ഇവിടെ 1 കൊടുക്കാം, ഇവിടെ 1 കൊടുക്കാം. 4 ഇലക്ട്രോണായി. ഇവിടെ അതുപോലെ 2p4, 2 1 1. ഓക്കെ, ഇങ്ങനെ 2p4 കൊടുത്തു. ഇനി ഈ പി ഓർബിറ്റൽസ് ചേരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് σ2pz ആണ്. ഓക്സിജൻ്റെ കേസിൽ ആദ്യം ഉണ്ടാകുന്നത് σ2pz ആണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് π2px, π2py, ആ രണ്ടിനും തുല്യ എനർജി ആയതുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് ഇങ്ങനെ വരച്ച് വെച്ചത്. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന π*2px, π*2py ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് അവസാനം ഉണ്ടാകുന്നത് σ*2pz ആണ്. ഈ ഇലക്ട്രോണുകൾ ഉള്ളതിൽ മാത്രം കൊടുത്താൽ മതിയാവും. ഇതാ ഇവിടെ σ2pzൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. 2 ഇലക്ട്രോൺ കൊടുത്തു. ഇതാ ഇത് π2px ആണ്. π2px അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇത് π2py ആണ്, അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇത് π2px, π2py. ഇനി π*2pxൽ 1 ഇലക്ട്രോൺ, π*2pyൽ 1 ഇലക്ട്രോൺ. σ*2pz, σ*2pz അതിൽ ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് ആ ഇലക്ട്രോൺ വരച്ച് വയ്ക്കേണ്ട. എന്നാൽ നമ്മൾ ഈ ഫിഗർ ക്ലോസ് ചെയ്ത് വയ്ക്കണം. ഇതുപോലെ വരച്ച് വയ്ക്കുക, അതിൽ ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട. ഹിയർ π2px, π2py 2 ഇലക്ട്രോൺ വീതം, π*2px, π*2py ഓരോ ഇലക്ട്രോൺ വീതം. ദിസ് ഈസ് ദി മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ഓക്സിജൻ മോളിക്യൂൾ.